എൻ്റെ പേര് ലീലാമ്മ. ഞാൻ ഇന്ന് ഈ ഉച്ചയ്ക്ക് മുമ്പ് കേട്ട ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. എപ്പോഴും ഞാൻ ഓർത്തിരുന്നു എനിക്ക് മാത്രമേ ഇത്ര വിഷമം, എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് വിഷമം. ഞാൻ പണ്ട് ചെറുപ്പത്തിലാണെങ്കിലും ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ഞാനാണ് എനിക്കാണ്. പക്ഷേ കർത്താവ് എന്നെ താങ്ങിക്കൊണ്ടിരുന്നു. അത് ഞാൻ എപ്പോഴും ഈ ഇടയെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഉഴൂർ പള്ളിയിൽ എൻ്റെ ഉഴൂർ പള്ളി അതിൻ്റെ അടുത്തുള്ള ഇടയ്ക്കൽ പള്ളിയായിരുന്നു ഇടവക. എന്നാലും ഞാൻ 8 മുതൽ പഠിച്ച ഉഴൂരിലാണ്. അവിടെ നിന്നും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ കഴിഞ്ഞ് കുറേ നേരം പോയിരുന്ന കാര്യം ആരെങ്കിലും കണ്ടാൽ ഇറങ്ങി പോകാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടത് അതിൻ്റെയൊക്കെ കർത്താവാണ്. ഈ ഏഷ്യാ പ്രവാചകൻ്റെ 53-ാമത്തെ 50-ലൊക്കെ പറഞ്ഞ പോലെ കർത്താവാണ് ഇത് എന്നോട് ഏറ്റെടുത്തോളാൻ പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം പറഞ്ഞു അതുകൊണ്ട് ഇനിയും ഞാൻ മുറുമുട്ടും പറഞ്ഞും കരഞ്ഞും അങ്ങനെ കഴിഞ്ഞേനെ. പക്ഷേ ഇപ്പോഴും ഓരോ ദിവസവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കർത്താവ് എൻ്റെ കൂടെ വസിക്കുന്നുണ്ടെന്ന്. എൻ്റെ ഒരു ഓപ്പറേഷൻ നടന്ന സമയത്തും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് വിളിക്കൊണ്ട് അവർക്ക് എന്നെക്കാളും ഒത്തിരി വിഷമമായിരുന്നു. ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി വിഷമമുണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശാലംകൂല ഭയമായിരുന്നു. അതൊക്കെ ദൈവം തന്ന കൃപയാണ്. എനിക്ക് ഓർത്ത് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ബ്രദറിനെ ഞാൻ നേരത്തെ പോലെ അറിയുന്നുണ്ടായിരുന്നു. പുഴൂർ വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിങ്ങി വന്നത്. അവിടെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഞങ്ങൾ വന്നതും ഡൽഹിയിൽ നിന്ന് വന്നതൊക്കെ. ഡൽഹിയിലൊരു മിനിസ്ട്രി ഉണ്ട്, അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ നീതിയെക്കുറിച്ച് കർത്താവിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി, കവനൻ്റ് റിലേഷൻഷിപ്പ്, പിന്നെ ആ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെയൊക്കെ നേരത്തെ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നല്ല നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ആ നീതിയെ പറ്റി എനിക്ക് ശരിക്കും ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് വായിച്ച് 2-3 പ്രാവശ്യം വായിക്കുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയാം അത് വലിയ കഠിനമാണ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയും. പിന്നെയും ഞാൻ കുറേ പോയിരുന്നു നമുക്കൊന്നും കൂടെ വായിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഠിനമാണെന്ന് പറയും. പക്ഷെ ഇന്ന് ശരിക്കും അതിൻ്റെ ആ നീതിയെ പറ്റി ശരിക്കും അതിൻ്റെ ബോധ്യം വന്നത്. അതുപോലെ എനിക്കത് 2-3 പ്രാവശ്യം വായിച്ച് പണ്ടൊക്കെ ഞാൻ ഇഷ്ടം പോലെ വായിക്കാം. ഇപ്പം എനിക്ക് വായിക്കാൻ അത്രയും പറ്റില്ല. സർവൈക്കൽ സ്പോണ്ടിലൈസിസ് ഒക്കെ വന്ന് കണ്ണിൻ്റെ ഇച്ചിരി വന്നിട്ടുണ്ട്. ഒത്തിരി വിഷമം അച്ഛനേരം കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ കണ്ണൊന്നും വയ്യാതെ വരും. എങ്കിലും ഇന്ന് എനിക്ക് അതേപ്പറ്റി നല്ലൊരു ബോധ്യം വന്നു. കവനൻ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയ പിന്നെ ഇതെല്ലാം നല്ല ബോധ്യം വന്നു. പ്രൈസ് ദി ലോർഡ്. Yes.